എന്താണെന്ന് കിങ്മാന് അറിയാമോ? മറുപടി കൈപ്പള്ളി, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഡ്രഗ് കൺട്രോളർ, പുള്ളിയുടെ പേര് ഒരു സ്ത്രീയായിരുന്നു ആ സമയത്ത്. അതല്ല ഞാൻ അപ്പൊ ഞാൻ പുള്ളിനെ അതല്ല ഞാൻ ചോദിച്ചത്. അങ്ങക്ക് അതായത് ഈ കിങ്മാൻ എന്ന് GP ഇട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് കൈപ്പള്ളി, എന്റെ പേര് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. മാത്യു എന്നാണ് എന്റെ പേര് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഒരു ഇതിന് വേണ്ടിയിട്ട് പഴയ പേര് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. എന്റെ പേര് ഇട്ടുണ്ട് മാത്യു തൊട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യും. മാത്യുവിനോട് മാത്യു, അതായത് നമ്മൾ മാത്യു ഇപ്പം ശ്രീമതി ടീച്ചറെയും ഡ്രഗ് കൺട്രോളറെയും ഒക്കെ കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു മെഡിസിൻ ഉണ്ട്, ഇതിന് ചികിത്സയ്ക്ക് പറ്റിയ മെഡിസിനാണ്, 3 ദിവസം കൊണ്ട് മാറുമെന്ന് പറയുമ്പോൾ അതൊരു രഹസ്യമാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് ചെന്നാൽ ആരാണ് മാത്യു അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് ഈ മരുന്ന് എന്നുള്ളതും അല്ലെങ്കിൽ ഇതിന്റെ ചേരുവകൾ എന്താണെന്നുള്ളതും അവർക്ക് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഡ്രഗ് മാർക്കറ്റിൽ ഇറക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കാനോ പറ്റുന്നത്? കോമൺ സെൻസ് അല്ലേ? താങ്കൾ വിദേശത്തൊക്കെയുള്ള ഒരു വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടോണി സാർ, എനിക്ക് തോന്നുന്നത് ഇതിന്റെ പാറ്റന്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നമ്മുടെ അമൂല്യമായിട്ടുള്ള മായാവി വെയിറ്റ് ചെയ്യൂ. പേറ്റന്റ് ഒക്കെ നമുക്ക് എടുക്കാം. പേറ്റന്റ് ഒക്കെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ. മായാവി വിഷമിക്കരുത്. നമുക്ക് ഈ ഡിസ്കഷൻ മര്യാദയ്ക്ക് കൊണ്ടുപോകാനായിട്ടാണ് മായാവിയെ തൽക്കാലത്തേക്ക് കാരണം ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയും സ്കിൽസും ഉള്ള 4-5 ആൾക്കാർ ഇവിടെ ഉള്ളതായിട്ടാണ് എന്റെ ഒരു നിഗമനം. അല്ല, അപ്പം പേറ്റന്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ ഡിഫറെന്റ് ഇഷ്യൂസ് ആണ്. അത് നമുക്ക് ആദ്യമേ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ഇവരുടെ അടുത്തോട്ട് പോകാൻ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് മരുന്നാണ്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇത് എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതുകൊണ്ടുള്ള മേന്മ എങ്ങനെയാണെന്നും ഇതിന് ഉറപ്പായിട്ടും ഈ ഒരു റിസൾട്ട് കിട്ടുമെന്നും നമ്മൾ പറഞ്ഞു വേണ്ടേ അവരെ സമീപിക്കാൻ. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു രഹസ്യ പൊതിച്ചോറുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ അസുഖം മാറും എന്ന് പറഞ്ഞാൽ ആരാണ് മാത്യു അക്സെപ്റ്റ് ചെയ്യുന്നത്? താങ്കൾക്ക് അത്രയും മനസ്സിലാക്കാൻ ഉള്ള കഴിവെങ്കിൽ. അതെ ടോണി, എന്താ സംഭവം എന്ന് പറഞ്ഞാല്, അത് നമ്മള് ഇതിനെ പിന്നെ ഡ്രഗ് കൺട്രോളറെ നമ്മളോട് ശ്രീമതി ടീച്ചർ പറഞ്ഞു, നിങ്ങള് ഡ്രഗ് കൺട്രോളറെ പോയി കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കാനാ പറഞ്ഞു. അപ്പൊ നമ്മൾ തിരുവനന്തപുരം പുള്ളീനെ ഒരു ലേഡി ആയിരുന്നപ്പോ, ലേഡി പേര് എനിക്ക് മറന്നുപോയി. അപ്പൊ പുള്ളീനെ പോയി കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളി പറഞ്ഞത് കോവിഡ് ചികിത്സയ്ക്ക് ഒരു മെഡിസിനും പിന്നെ അപ്രൂവൽ ചെയ്യാനുള്ള ഒരു നിർവാഹവും ഇല്ല. നിങ്ങൾ മറ്റേതെങ്കിലും ഈ ഇമ്മ്യൂണിറ്റി മെഡിസിൻ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അപ്രൂവൽ കിട്ടും. കോവിഡിനായിട്ട് ഈ മെഡിസിൻ ഇന്ന് ആ സമയത്ത് എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കാരണം അത് ഈ പിന്നെ അലോപ്പതി ലോബിയുടെ ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. പുള്ളി തന്നെ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാര്യം 3 ദിവസം കൊണ്ട് ഈ മരുന്ന് കഴിച്ചപ്പോ, രോഗം വന്നതിന് ശേഷം 3 ദിവസം കൊണ്ട് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം കോവിഡ് നെഗറ്റീവ് ആയി എന്ന് ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോ അതെല്ലാം കൈപ്പള്ളി ഞങ്ങളിത് അപ്രോച്ച് ചെയ്ത രീതി തന്നെ മ്യൂട്ട് ചെയ്യണേ. അതായത് താങ്കൾ അപ്രോച്ച് ചെയ്ത് തന്നെ കോവിഡിന് വേണ്ടിയുള്ള മരുന്ന് എന്ന് പറഞ്ഞാണ് പോകുന്നത്. മരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ എന്താണ്? ഇസ് ഇറ്റ് ക്യൂർ ഓർ ഇസ് ഇറ്റ് ട്രീറ്റ്മെന്റ് ഓർ ഇസ് ഇറ്റ് പ്രിവെൻഷൻ? അതൊന്ന് എക്സ്പ്ലെയിൻ. അല്ല കൈപ്പള്ളി, ഇപ്പൊ എന്റെ ഫാദറിന്റെ ഉണ്ടായിരുന്ന മെഡിസിന് ഒരു ആയുർവേദിക്കിന്റെ ഒരു പിന്നെന്താണ്, ഒരു ലിക്വിഡാണ്, ഒരു മീൻസ് ഒരു അരിഷ്ടം അല്ലെങ്കിൽ ഒരു കഷായം, അങ്ങനെ പറയോ? ആ പേരെന്ന് പറയോ? അല്ല, പേര് എന്റെ ഫാദർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. അതിപ്പോ എന്താ അതിന്റെ പേര് എനിക്കങ്ങനെ, ഞാൻ ഒരു അരിഷ്ടമായിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാം, ഒരു അരിഷ്ടമായിട്ട് എടുക്കാം. പെട്ടെന്ന് പുള്ളിക്ക് കോവിഡിന് വേണ്ടി ഒരു മരുന്ന് ഉണ്ടാക്കണം തോന്നി, അങ്ങനെ ഉണ്ടാക്കിയ ഒരു മരുന്നാണിത്. അല്ല, അങ്ങനെയല്ല. അത് ഇത് ഞങ്ങളെ ഫാമിലി, എന്റെ ഫാദറിന് തമാശ പറയുന്നല്ല, ഞാൻ തമാശ പറയാൻ വേണ്ടി കയറി വന്നല്ല. ഇതിപ്പോ നിങ്ങളൊരു അറിവുണ്ട്, നമ്മളില് അറിവുണ്ട്. ഈ അറിവിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. 2019 മുമ്പ് ഈ കോവിഡ് വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അത് എങ്ങനെയാണ് സെല്ലില് ACE2 റിസപ്റ്റേഴ്സിനെ അഫക്ട് ചെയ്യുന്നതിനെ പറ്റി താങ്കളുടെ പിതാവിന് അറിയാമായിരുന്നോ? അതങ്ങനെയല്ലേ അത് കൈപ്പള്ളി. എന്താന്ന് പറഞ്ഞാല്, ഇത് നമ്മളെ ഈ അറിവ് എന്ന് പറഞ്ഞാല് നമ്മളെ പിന്നെ കുടുംബത്തില് എനിക്കറിയില്ല, എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ചൊന്നും അറിയില്ല.
ഞാൻ ഈ ഫീൽഡിലേ അല്ല വർക്ക് ഓക്കെ, ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയി, ഇത് ക്ലിയർ ആയി. അല്ല ഇതിനെ പറ്റി അറിയാൻ എനിക്കറിയില്ല. എന്തിനാണ് ഈ എന്റെ ജോലി ഫാദർ പോകുന്നത്? അല്ല ചന്ദ്ര, കിങ്മാൻ ഞാൻ ഒന്ന് പറയട്ടെ. മാത്യു, നിങ്ങൾ ഇങ്ങനെ ഇന്റർപ്റ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. ഇന്ററപ്റ്റ് നിങ്ങൾ ചെയ്യും, സംസാരിച്ചു. ഒരൊറ്റ ഇന്ററപ്റ്റ് സംശയം ചെയ്യും. കിങ്മാൻ. കാരണം കിങ്മാൻ ഒറ്റ കാര്യം. ക്യാൻ യു ബ്രിങ് യുവർ ഫാദർ ഇൻ? താങ്കളുടെ പിതാവിനെ ഈ റൂമിലേക്ക് കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കാര്യം നമുക്ക് ഈ കൊറോണ വൈറസിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ കാര്യമായി മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഞാനത് പറയാം. നിങ്ങൾ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ല, അനുവദിക്കുമോ? ഇപ്പൊ പറയാൻ സമ്മതിക്കത്തില്ല. അല്ല, ഇഫ് യു ഡോണ്ട് നോ അത് നിങ്ങൾ പിന്നെ പറയാൻ താങ്കൾ സമ്മതിക്കുന്നില്ല, കൂടുതൽ പിന്നെ ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല. കാരണം നിങ്ങൾക്ക് മരുന്ന് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഏതാണ്ട് ഒരു പൊതിക്കെട്ടുണ്ട് എന്റെ അപ്പന്റെ കയ്യിൽ, അത് വെച്ച് ഈ മാറ്റാന്ന് പറഞ്ഞ് എന്റെ മന്ത്രിമാരെ ടോണി, കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം എനിക്ക് അല്ലല്ല അറിയുന്ന പറയുന്നത് കാര്യങ്ങൾ കേൾക്ക്. ഞാൻ നിങ്ങളോട് പറയണ്ടേ? അല്ല, അല്ല, അങ്ങനെ നിങ്ങൾക്ക് ഒരു അറിയത്തില്ല എന്ന് ഹാഫ് നിങ്ങൾ ബേക്ഡ് പറഞ്ഞല്ലോ. നോളജ് നമ്മൾ റൂം ഷെയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? താങ്കളുടെ താങ്കളുടെ അല്ല, അച്ഛനെ ഇതിൽ കൊണ്ടുവരൂ, ഞങ്ങൾ കുറെ താങ്കളുടെ ഇമ്പ്രൂവ്മെന്റ് പിതാവിനെ കൊണ്ടുവരൂ. നടത്തിയിട്ടുണ്ട് എന്റെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കിങ്മാനെ ഇതിൽ കുറെ ഇമ്പ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ അങ്ങനെയാണെങ്കിൽ അല്ലല്ല കിങ്മാനെ ടോണി, ഒരു കിങ്മാൻ മിനിറ്റ് കിങ്മാൻ പറയുന്ന ഒരു കേൾക്ക്. മിനിറ്റ്. നിങ്ങൾക്ക് കുറച്ച് വാലിഡ് ആയ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ അല്ല കിങ്മാനെ നിങ്ങൾ ഒന്ന് മിണ്ടായിരുന്നേ. നിങ്ങളിപ്പം പറയുന്നില്ലേ ആ ഒരു മണ്ടത്, എനിക്ക് എന്ത് വേണേലും പറയാം. എന്റെ കയ്യിൽ ഇപ്പൊ ലോകം തറക്കാനുള്ള ഒരു ബോംബ് എന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്റെ അപ്പന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് പറയാം. കിങ്മാൻ ഇപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞതും തമ്മിൽ വ്യത്യാസം എന്താ? ചുമ്മാ ഓരോ ഊള പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അല്ല, നിങ്ങൾ ടൈം എന്നെ വേസ്റ്റ് ഒന്ന് ചെയ്യാതെ. കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ. അല്ല, കിങ്മാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. കിങ്മാൻ എന്ത് പറഞ്ഞത് കംപ്ലീറ്റ് വെച്ചിട്ട് ചെയ്യാനാ? ഈ ഊളത്തരം അല്ലാതെ അല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയാൾക്ക് നമ്മൾ അങ്ങനെ പോകണ്ട. എന്തുവാണെന്ന് അറിയത്തില്ല. നമുക്ക് മാറ്റി എന്താണ് പിടിക്കാം. മരുന്നെന്ന് ഇല്ല അറിയത്തില്ല. ഞാൻ മാറ്റി വിട്ടു. ഇയാൾക്ക് പിടിക്കാം. കണ്ണെടുത്ത് ഞാൻ കീറി രാവിലെ നിങ്ങൾ ധരിക്കുന്നു ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഊളയും എന്താണ് പൂളയും അത് നിങ്ങൾ വിട്ട്, ഞാൻ വിട്ടു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോളൂ. മാറ്റി പിടിക്കാം. അതായത് എന്നും രാവിലെ 4 മണിയാവുമ്പോഴത്തേക്കും ഭയങ്കര ശബ്ദമാണ്. എന്തിനോ ഒരു ശബ്ദം. അയൽവക്കത്തുകാരെടുത്ത് ഞാൻ ചോദിച്ചു, എന്തിനടി ഇത് ശബ്ദം? ചന്തിയുടെ അപ്പൊ പുറയുന്നതാണോ? അവര് പറഞ്ഞു, അത് അറിയില്ല, ഈ ഭയങ്കര ശബ്ദമാണ് 4 മണിയാകുമ്പോ ശബ്ദം. അപ്പൊ അവര് പറഞ്ഞു, പണ്ട് ഇവിടെ ഒരു ഭൂതം ഇവിടെ ഉണ്ടായിരുന്നു, ഈ ബിൽഡിങ്ങിൽ ഒരു ഭൂതം ഉണ്ടായിരുന്നു, ആ ഭൂതമാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനതങ്ങ് വിശ്വസിച്ചു. പിന്നെയാണ് കുറെ നാളുകൾക്ക് ശേഷം, 10-30 വർഷത്തിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അതായത് 4 മണിയാവുമ്പോൾ ആന്റണോവ് വിമാനം ഈ എയർപോർട്ടിന്റെ അടുത്ത് ലാൻഡ് ചെയ്യും. അത് കറക്റ്റ് 4 മണിക്ക് ലാൻഡ് ചെയ്യും. അതിന്റെ പ്രൊപ്പല്ലറിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അത് പക്ഷെ എനിക്ക് 30 കൊല്ലം എടുത്തു ഇത് തിരിച്ചറിയാൻ. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിങ്മാനെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കിങ്മാന്റെ പിതാവ്, ഞങ്ങൾ വളരെ റെസ്പെക്റ്റോടെ പറയുന്നത്, ഒരു കള്ളനാണ്. നിങ്ങളൊരു മണ്ടനുമാണ്. പിതാവിന്റെ പുത്രൻ ഒരു മണ്ടനുമാണ്. വിഷമമുണ്ട് പറയുന്നത്. ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഒന്നുമില്ല, താങ്കൾക്ക് ഈ മരുന്നിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെങ്കിൽ താങ്കൾ ഈ റൂമിൽ വന്ന് പറഞ്ഞത് തന്നെ വലിയ തെറ്റായിപ്പോയി. താങ്കളുടെ പിതാവിനെ ഞാൻ അവിടെ കൊണ്ടുവരൂ. ക്ഷമ പറയേണ്ട സഹോദര. അല്ല സിയർ, ദ പോയിന്റ് ഇസ്, ക്ഷമ ഇങ്ങനെ ഒരു എവിടെയാ പറയണ്ട? അവിടെ പറഞ്ഞിട്ട് ഞാൻ സീരിയസ്ലി പോയിക്കോളാം. കിങ്മാൻ, ഇഫ് യു ഡോണ്ട് നോ അല്ല എനിത്തിങ് അബൌട്ട് ഇല്ല, ദ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ മെഡിസിൻ, ഇങ്ങനെയുള്ള ഒരു ആന മണ്ടത്തരം വന്ന് പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന ഒരു അല്ല, ഇത് പൊതുബോധം ഇവിടെ ഉണ്ട്. കൈപ്പള്ളി, ഇതിനകത്ത് allow me to ശ്രീമതി make my ടീച്ചറിനെ കാണാൻ statement. പോയോ I അതോ will mute വേറെ after ആരെങ്കിലും that. കാണാൻ പോയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിനകത്ത് അറിയേണ്ട ഒരൊറ്റ കാര്യം, താങ്കളുടെ പിതാവിന് ഇത്രയും വലിയ ഒരു അമൂല്യമായ ഒരു ഒരു മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് സംഭാവന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ കോവിഡ് വന്നിട്ട് തന്നെ 2019 ഡിസംബറിൽ വന്നിട്ട് ഇപ്പൊ ഇത്രയും വർഷങ്ങളായി. അത് അതിക്രമിച്ചിരിക്കുന്നു. അതിന് തെളിവുള്ള ഒരു മരുന്നാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിലേക്ക് എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താങ്കൾ ഇത് എന്തിനാണ് ഇത് സ്വന്തം വീട്ടിൽ വയ്ക്കുക? ശ്രീമതി ടീച്ചറിനെ ഒന്നും അല്ല, നിങ്ങൾ നോബൽ സമ്മാനം എന്തുകൊണ്ട് നേടിക്കൊടുത്തില്ല നിങ്ങളുടെ അച്ഛന് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഓക്കെ, ഒരു ഞാൻ ചോദ്യം. എന്റെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആ മരുന്നിനെ കുറിച്ച് ഞങ്ങൾ അപ്രൂവ് യാതൊന്നും ചെയ്യാൻ അറിയില്ല സ്വന്തം തയ്യാറാണ്. എന്നുണ്ടെങ്കിൽ അച്ഛനെ നിങ്ങൾ നയിപ്പിക്കാൻ വരുന്ന ഇവനൊക്കെ ഇവനെ മണ്ടൻ നിങ്ങൾക്ക് ആ എന്നല്ലാതെ മരുന്നിനെ പിന്നെ കുറിച്ച് സി യാതൊന്നും ഞാനൊരു അറിയില്ല കാര്യം പറയാം. എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്യു, ഞങ്ങള് ചെയ്യേണ്ട ഒരു കാര്യം, പ്രൂവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. എത്രയും അല്ല, പെട്ടെന്ന് ഇത് നിങ്ങളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ വിളിക്കുന്നിടത്ത് മ്യൂട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ചെയ്യേണ്ട മെഡിസിൻ പറഞ്ഞുതരാം. ട്രിവാൻഡ്രത്ത് അല്ല, വിളിക്കുന്നിടത്ത് വന്ന് ഐസർ എന്ന് പ്രൂവ് പറഞ്ഞ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് wait, ഇത് ഗുണ്ടാ സംഭവം എവിടെ ഒന്നുമല്ലല്ലോ. വന്നിട്ട് പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് കോവിഡ് പേഷ്യന്റിന് എവിടെ ഉണ്ടെങ്കിലും വെയിറ്റ് ഫാദർ ചെയ്യും. വന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം വേണം തയ്യാറാണ്. ഇല്ലില്ല. ഇത് എന്ത് പണ്ടാരമാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെയിറ്റ് ചെയ്യും. താങ്കൾ ഈ പറയുന്ന ആ ഒരു സൊല്യൂഷന്റെ സാമ്പിൾ കൊണ്ടുപോയി ഐസറിൽ കൊടുക്കുക. ഐസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സയൻസ് എഡ്യൂക്കേഷൻ സെന്റർ, അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവര്
നമ്മൾ പറഞ്ഞുതരാം എവിടെ കൊണ്ട് കൊടുക്കണം. പുള്ളി അത് പരിശോധിക്കും. അതിനകത്ത് എന്ത് തേങ്ങയാണ് ഉള്ളത് എന്നുള്ളത് ഐസൊലേറ്റ് ചെയ്ത് അത് സോൾവെന്റ്സ് ഉപയോഗിച്ച് ഓരോന്നോരോന്നായിട്ട് സബ്ട്രാക്ട് ചെയ്ത് കൈപ്പള്ളി അത്രയൊന്നും എക്സ്ട്രാക്ട് പോണെന്നാണ് ചെയ്ത് ഞാൻ പറയണത്. ഇങ്ങേരുടെ അച്ഛന് ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റസ് സി വെദർ ഹി ക്യാൻ എക്സ്പ്ലെയിൻ ടു അസ് വാട്ട് കൊറോണ വൈറസ് ഇസ് ആൻഡ് വാട്ട് ഇറ്റ്സ് ഓക്കെ. മെക്കാനിസം ഓഫ് ആക്ഷൻ ഇസ്, ഹൗ അല്ല ഇറ്റ് എന്റേഴ്സ് ദ ബോഡി ആൻഡ് ഓൾ ദ സ്റ്റഫ്. അത് അല്ല, ആദ്യം ഇവര് ഈ പറയട്ടെ, ബ്ലാക്ക് എന്നിട്ടല്ലേ. ബോക്സ് സൊല്യൂഷൻ ആണ് ഇവര് മുന്നോട്ട് വയ്ക്കുന്നത്. ബ്ലാക്ക് ബോക്സ് സൊല്യൂഷൻ, അതായത് ഞങ്ങളുടെ ഒരു സൊല്യൂഷൻ, ഞങ്ങളൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ പ്രോബ്ലം ഈ ബ്ലാക്ക് ബോക്സ് സോൾവ് ചെയ്യും. അതിന്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്. അതാണ് ഇതൊരു പഴയ ഒരു അല്ല, yeah, കിങ്മാന് one പറയാൻ minute. പറ്റുമോ എന്താണ് കൊറോണ വൈറസ്, ഇത് എങ്ങനെയാണ്, Yeah, ഏത് അത് റിസപ്റ്ററായിട്ടാണ് പറയില്ല. ബൈൻഡ് see, ചെയ്യുന്നത്, എന്താണ് He doesn't even know that. അറിയോ? He doesn't have the qualifications to explain what okay. a virus is. പിന്നെ എന്തിനാണ് We അയാൾ will allow him to speak. Let me make my statement. ഇത് വളരെ സിമ്പിൾ ആണ്, ഇത്രയും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഒരു ഭൂലോക ഫ്രോഡ് ഒരു അല്ല, ഉടായ്പായിട്ട് അങ്ങനൊന്നും ഇറങ്ങി പറയണ്ട. അല്ല പറയും. I I am wouldn't making say my അല്ല that. I wouldn't അല്ല say that. അങ്ങനെ തന്നെ കൈപ്പള്ളി, പറയണം, ഞാൻ അങ്ങനെ കൈപ്പള്ളി തന്നെ അതുകൊണ്ട് കയറി പറയണം, allow വന്നാണ്. him to ഞാൻ അങ്ങനെ speak. പോവാണ്, പറയണം. ഞാൻ കുറെ തിരിച്ചു പോവാണ്. ഉടായ്പകൾ എനിക്ക് കൊണ്ട് നിങ്ങളെ ഫ്രാഡ് വിളി, നിങ്ങളെ അപ്പന അമ്മനെ വിളിയൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഭൂലോക ഞാൻ ഫ്രോഡ് കൈപ്പള്ളി ഉള്ളതുകൊണ്ട് അല്ല വന്നാണ്. അല്ല അല്ല കൈപ്പള്ളിനെ എനിക്ക് അങ്ങനെ അറിയുന്നുണ്ട്. അങ്ങനെ ഭൂലോക ഫ്രോഡ് കിങ്മാൻ Stop it. കിങ്മാൻ Please, ഈ please, please, കിങ്മാൻ please. ക്രൈസിസ് Pause, സമയത്ത് pause. എല്ലാവരും pause. ഒരു Pause. മിനിറ്റ്. ക്രൈസിസ് ഇയാള് Please, come എന്റെ on. സമയത്ത് അപ്പനെ Hold on. വിളിക്കാനും സമയത്ത് ഫ്രാഡെന്ന് വിളിക്കാനും, ഞാൻ എന്താ തന്റെ ആൾക്കാരെ Slow തന്തയുടെ down. വീട്ടിൽ Slow വന്ന down. പോലെ തെറിയും പറഞ്ഞോളൂ. അല്ല താൻ എന്നെ അല്ല ഇങ്ങനെ അല്ല തെറി വളരെ വിളിക്കാൻ പറ്റും? പരിതാപകരമാണ് കിങ്മാൻ. പിന്നെ Pause. പന്നെത്ര നിങ്ങൾ പറയുന്നത്? ഫ്രോഡിനെ ഞാൻ Pause. കൈപ്പള്ളിനെ എപ്പോഴും കാണുന്നു, അതുകൊണ്ട് വന്നു. ഫ്രോഡ് Pause. എല്ലാവരും ഒന്ന് ഇത്ര pause നേരം ചെയ്ത് പന്നെത്തരം എല്ലാവരും pause. പറയുന്നത് ഫ്രോഡെന്നല്ലാതെ കേൾക്കുന്നത്. പിന്നെ അതിനൊരു പുന്നാരമോണെന്ന് സമാധാനം ആദ്യം ഇല്ലേ? ഒന്ന് വിളിക്കാൻ കേക്ക്. ഞാൻ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് വല്ല എല്ലാവരും വാദം പറഞ്ഞോ? തന്റെ അതായത് കുടുംബക്കാരൻ, ഒന്ന് കേക്ക്. ഫ്രോഡിനെ തന്നെയും ഫ്രോഡെന്നല്ലാതെ തന്റെ കുടുംബക്കാരെയും പുന്നാരമോനെന്ന് വിളിക്കാൻ അല്ല താൻ ഈ അല്ല അല്ല പന്നത്തരം താങ്കളുടെ അച്ഛൻ കണ്ടുപിടിച്ച മരുന്നാണെന്ന് കൊണ്ടുവന്ന് എന്തിനാണ്? താങ്കളുടെ അല്ല, അച്ഛൻ ഞാൻ കണ്ടുപിടിച്ചത് കൈപ്പള്ളിനെ ഫ്രോഡായിട്ടുള്ള ഒരു അറിയുന്നോണ്ട് കയറി വന്നിട്ട് നിക്ക് നിക്ക് നമ്മളതിന്റെ ഒരു നിക്ക് അറിവുണ്ട്, അത് അല്ലല്ല ഷെയർ ചെയ്യാൻ വേണ്ടി അല്ല വന്നതാണ്. Wait. അല്ല Wait. നിങ്ങൾ നിങ്ങളോട് ഞാൻ വല്ല കൈപ്പള്ളിയുടെ വൈരാഗ്യം പേര് പറഞ്ഞു തീർക്കണോ? കിങ്മാന്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പനെ ഇവിടെ നിങ്ങൾ ഇത് ആരും എന്തോ ഇത് എന്തോ വിളിച്ചിട്ടില്ല. പേഴ്സണൽ ഇത് അല്ല എന്നോട് ആയിട്ടല്ല. എന്തോ കിങ്മാൻ ഇപ്പൊ വ്യക്തിവൈരാഗ്യം കിങ്മാൻ തീർക്കുന്ന പോലെ. ഒരു മിനിറ്റ് ഞാൻ എന്ത് നിങ്ങൾക്ക് കിങ്മാനെ ഞാൻ കൈപ്പള്ളിയുമായിട്ട് നിങ്ങളോട് പ്രത്യേക നിങ്ങളെ ബന്ധം കുടുംബത്തെ എന്താ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ കൈപ്പള്ളിയിൽ മാത്രം വന്നതാണല്ലോ നിങ്ങൾ ഇരിക്കുന്ന എന്നോട് സംസാരിക്കുന്നത്. കിങ്മാൻ കേക്കൂ. നിങ്ങൾക്ക് കൈപ്പള്ളിയുമായിട്ട് പ്രത്യേക എന്തെങ്കിലും വ്യക്തിബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈപ്പള്ളിയുടെ റൂമിൽ പോയി നിങ്ങൾക്ക് ഉമ്മ കൊടുക്കുക എന്ത് വേണോ ചെയ്യാം. അതല്ല ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ അപ്പം കണ്ടുപിടിച്ച ഒരു മെഡിസിൻ ഉണ്ട്, അത് ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യും, അത് കൊറോണ വൈറസിന് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും ഞാൻ അങ്ങ് ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ആവും എന്നൊക്കെ ലോകത്തിന് പറയുമ്പോൾ മുഴുവൻ നിക്ക് നന്മ നിക്ക് 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 ചെയ്യുന്നൊന്നും നിക്ക് പറഞ്ഞിട്ടില്ല. നിക്ക് നിക്ക് ഞാൻ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ അറിവുണ്ടെന്ന് കേക്ക് പറയാൻ നിങ്ങൾ വേണ്ടി കേക്ക് നിങ്ങൾ Wait. നിങ്ങൾ 3 ദിവസം കൊണ്ട് ഇവിടെ മനുഷ്യനെ എല്ലാരെയും നന്നാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സ്ക്രൂട്ടിനി അല്ല നേരിടാൻ ഫ്രാഡ് എന്ന് തയ്യാറായിട്ടല്ലെങ്കിൽ പറയും. പിന്നെ അതാണ് മുകളിലോട്ട് ഫ്രാഡ്. കയറി വരരുത്. ഒന്നാമത്തെ കാര്യം ഇന്നല്ലേ ദാറ്റ് ഞാൻ ഈസ് ഫ്രാഡ്. ഒന്ന് പറഞ്ഞു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. കിങ്മാൻ, ഇതിലെ പ്രശ്നം പറഞ്ഞുതരാം. നിങ്ങൾ ഇതിന്റെ അകത്ത് കാര്യം പറയുന്നതിന് പകരം നിങ്ങൾ ഇതിന്റെ അകത്ത് ഈ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇവിടെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാമോ? താങ്കൾക്ക് എന്താണ് ഒരു വൈറസ് എന്നും ഈ രോഗം എങ്ങനെയാണ് ശരീരത്തിൽ പടരുന്നതെന്നും എങ്ങനെയാണ് ഇത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്നും താങ്കൾക്ക് അറിയാമോ? ഇതാണ് ആദ്യത്തെ പ്രാഥമികമായിട്ട് ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കളുടെ അച്ഛന്റെ കൂടെ പോകുന്നതിന് മുൻപ് തന്നെ താങ്കൾ അല്പം സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണമായിരുന്നു. ഇത് ആധുനിക ലോകത്ത് ഇങ്ങനെയായിരിക്കും ആൾക്കാർ ഡീൽ ചെയ്യുന്നത്. അവിടെ താങ്കളുടെ അച്ഛനാണെന്നോ താങ്കളുടെ ബന്ധവും ഇതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ ഫ്രോഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അറിവില്ലായ്മയുണ്ട് ഇവിടെ ഈ രോഗം എന്താണെന്നോ എന്തെങ്കിലും ഒരു കൂട്ടുണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ട് അതും നോർമൽ മനുഷ്യർക്ക് താങ്കൾ ചെയ്തത് തന്നെ ഇന്ത്യൻ നിയമപരമായിട്ട് നിയമപ്രകാരം കൈപ്പള്ളി കുറ്റമാണ്. അകത്ത് പോകുന്ന കൈപ്പള്ളി കേസാണ്. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ട്, പറഞ്ഞോട്ടെ? ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാം. ആവശ്യത്തിന് പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. അത് മിണ്ടായിരിക്കും. ഒരു മനുഷ്യർക്ക് അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മരുന്ന് നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. യു കനോട്ട് ഡു ക്ലിനിക്കൽ ട്രയൽസ്, യു കനോട്ട് ഡു എക്സ്പെരിമെന്റേഷൻസ് ഓൺ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർക്ക് നിങ്ങൾക്ക് മരുന്ന് കൊടുത്ത് പരീക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ സർക്കാരിനെ സമീപിച്ചപ്പോഴത്തേക്കും ഈ സർക്കാരിന്റെ നിയമപ്രകാരം നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും അകത്താക്കേണ്ടതാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അത് കുറ്റമാണത്. മനസ്സിലാവുന്നുണ്ടോ കിങ്മാൻ? താങ്കൾ ഇതിന്റെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിയമങ്ങളെ പറ്റിയും എങ്ങനെയാണ് ഒരു ടോക്സിക്കോളജി സ്റ്റഡി നടത്തുന്നതെന്നും എങ്ങനെയാണ് ഒരു മരുന്ന് അപ്രൂവൽ നേടുന്നതെന്നും യാതൊരു ധാരണയില്ലാതെയാണ് താങ്കൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി കൈപ്പള്ളി ഞാൻ ഒരു കാര്യം വരുന്നത്. പറയട്ടെ. ഇതിനകത്ത് ആ ഫ്രോഡിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫ്രോഡിലന്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതെ സിയർ, എന്റെ എക്സ്പീരിയൻസ് ഒന്ന് എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഈ കാർ മാഗസീൻസ് ഞങ്ങൾക്കൊരു ഹരമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാർ മാഗസീൻ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ അതിന്റെ ലൈബ്രറിയിൽ അതിന്റെ പടം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് നല്ല അടിപൊളി ഒരു ലംബോർഗിനി
എന്താ രസമായിരുന്നു കാണാൻ. അപ്പൊ ഒരുത്തൻ വന്ന് പറഞ്ഞു എന്റെ അപ്പന്റെ ഇതുപോലൊരു ലംബോർഗിനി ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവനോട് പറഞ്ഞു നീ ഇതിലാണോ സ്കൂളിൽ വരുന്നത്? അല്ലല്ല, ഞാൻ സ്കൂൾ ബസ്സിലാണ് വരുന്നത്. നീ ഒരു ദിവസം ഇതൊന്ന് കൊണ്ടുവരാമോ, ഞങ്ങൾക്കൊക്കെ കാണണം. അപ്പൊ ഇവൻ പറയും എന്റെ അപ്പന്റെ ഇതുണ്ട്, അതിന്റെ ആ മെക്കാനിസം ഉണ്ട്, ഈ മെക്കാനിസം ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഞങ്ങളെ ഒന്ന് കാണിക്കാവോടാന്ന് ചോദിക്കും. ഇവൻ പറയാം അതൊക്കെ കാണിക്കാം, ഈ ദിവസം വരും, ആ ദിവസം വരും, എവിടെ വേണേലും വിളിച്ചാൽ മതി, ഞാൻ ലംബോർഗിനിയിൽ വന്ന് ഇറങ്ങാം നിങ്ങളുടെ മുന്നിൽ എന്നുള്ളത്. അപ്പൊ ഇവൻ ഇതുവരെ ഈ ലംബോർഗിനി ഞങ്ങളെ കാണിച്ചിട്ടില്ല. ഇപ്പൊ എത്ര 10-30 വർഷത്തോളമായി. അപ്പൊ ഇവന്റെ അപ്പനെയും ഇവനെയും നമ്മൾ എന്തോ വിളിക്കേണ്ടത്? ഫ്രോഡ് എന്ന്. അതല്ല ഞാൻ അത്രേ പറഞ്ഞല്ലോ, ഉള്ളൂ. അല്ല ഞാനതാണ് അല്ല പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അതായത് ഇദ്ദേഹത്തിന്റെ അപ്പന്റെ ഇങ്ങനെ ഒരു മരുന്നുണ്ട്, ഇത് നാട്ടുകാർക്കൊക്കെ 3 ദിവസം കൊണ്ട് കോവിഡ് മാറ്റും എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അത് തെളിയിക്കുകയും ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള ഒരു ക്ലബ് ഹൗസ് റൂമിൽ വന്നിട്ട് എന്റെ അപ്പൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങേര് ഫ്രോഡ് അല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രോഡ് അല്ല എന്ന് പറയേണ്ടത് നമ്മളത് പറയേണ്ട ഒരു കാര്യമില്ല. ഇതിനെയാണ് ദിസ് ഇസ് കോൾഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസ്. ഹീസ് എ ഫ്രോഡ് ആൻഡ് ദിസ് ഗൈ ഈസ് എ ക്രൂക്ക്. അത് വെച്ച് പൈസ ഉണ്ടാക്കാനാണ് നോക്കിയത്. ആ സമയത്ത് പാവപ്പെട്ടവരുടെ അടുത്ത് ഈ സാധനം തള്ളി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയ വെറും ക്രൂക്കാണ് ഇയാള്. അയാളാണ് ഇവിടെ വന്ന് സംസാരിച്ചത് അല്ല, ഇത്ര നേരം. മനസ്സിലായി? ഇവന്റെ ഒക്കെ വിചാരം എന്താ, നമ്മൾ ഇതെല്ലാം കേട്ടങ്ങ് വിശ്വസിച്ച് ഇവന്റെ കാൽക്കിൽ അങ്ങ് വീഴുവെന്നാണോ? ഇവനൊക്കെ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കുന്നത്? ശ്രീമതിയുടെ അടുത്ത് പോയി, മറ്റേ അടുത്ത് പോയി. വെറും തറ ഫ്രോഡ്. ഇത് തറ ഫ്രോഡ്. ഇത് ഒരുമാതിരി നല്ല ലെവലുള്ള ഫ്രോഡൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഇത് വെറും തറ ഫ്രോഡ്. സർട്ടിഫിക്കറ്റും കൂടി കുറച്ചുകൂടി അടിച്ചു തരണം കേട്ടോ. നമ്മള് മാത്യു ഒരു സർട്ടിഫിക്കറ്റും കൂടി അടിച്ചു തരണം. നമ്മളെ പോലുള്ള പ്രശാന്തിനെ പോലുള്ള ഇത്തിരി കാൽക്കുലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടിയൊക്കെ എഫേർട്ട് എടുത്ത് ഡോസേജ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡ്സ് ഒക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള ഫ്രോഡുകളുണ്ട്. കുറച്ച് മനസ്സിലാക്കിയിട്ട് ഫ്രോഡുകൾക്ക് മിനിമം ഒരു നിലവാരമെങ്കിലും വേണ്ടേ? ഒരു മിനിമം ധാരണയില്ലെന്ന് തോന്നുന്നു ഇത് ആരോടാണ് സംസാരിക്കുന്നത്. ഒന്നില്ലെങ്കിലും പ്രശാന്ത് ഹാപ്പി എൻഡിങ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഫ്രോഡാണ്. ആ കൈപ്പള്ളി സാർ, കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, അതിന് ഇത്രയും അദ്ദേഹത്തെ ഹരാസ് ചെയ്യണോ? നമ്മുടെ സൗകര്യമാണ്. അതാണ് അവന്റെ രീതി. വി ആർ ദ ബ്രിഗേഡ്. ബ്രിഗേഡിന്റെ അർത്ഥം വല്ലാത്ത അറിയാമോ? കഷ്ട കൈപ്പള്ളി സാറ്, വല്ലാത്ത കഷ്ടം. അത് മായാവി എടുത്ത് തിരിച്ചു വരാനുണ്ട്. മായാവിക്ക് കിട്ടാനുള്ള ഡോസ് വെച്ചിട്ടില്ല, പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യും. എല്ലാരും ആ ചാറ്റ് ഒന്ന് വായിക്കുക. മായാവിയുടെ ലാസ്റ്റ് ചാറ്റ്. ഫുൾ ഉടായിപ്പ് ടീം ആണ് റിസർച്ച് ചെയ്യുന്ന ടീമിൽ ഉള്ളത്. അതിലേക്ക് നമുക്ക് ഓരോരോ ഘട്ടമായിട്ട് ചോദ്യം ചോദിച്ച് ക്ലിയർ ആക്കാനുണ്ട്. മായാവി പൊക്കളായിരുന്നു. അതെന്റെ ക്ലെയിം ആട്ടോ, എന്റെ ക്ലെയിം. എനിക്ക് അങ്ങനെ എന്ത് ക്ലെയിമും വെക്കാലോ. ഇത് ക്ലബ് അങ്ങനെ പറ്റില്ല. When you make a claim, the burden of proof rests on you. Don't go. This is actually Kite Cafe. It's not any other room in the clubhouse. Yeah, Kingmanന്റെ കാര്യം ക്ലിയർ ആയോ? കിങ്മാന്റെ പോയിന്റ് ക്ലിയർ ആയോ? You can talk now. ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് മൊത്തം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇപ്പൊ 2-3 പേരും കൂടി തന്നു. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇരവാദം വേണ്ട, അലയണ്ട, ഇരവാദം വേണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇത് സംഗതി വന്നിട്ട് എന്താ വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, ഇത് വാസ്തവമാണ്. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കൈപ്പള്ളി, ഇതുപോലെയുള്ള മനുഷ്യന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിറങ്ങുന്ന ഇതുപോലെ നീചമായിട്ടുള്ള പരിപാടി വേറെ ഇല്ല. അതുകൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കിങ്മാൻ, നമ്മുടെ രാജ്യത്ത് എത്ര പേരാണ് ഇന്ത്യയില് കോവിഡ് മൂലം മരണപ്പെട്ടത്? അപ്പൊ ഈ മരണപ്പെടുന്നു, അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി എന്താണ് ഇതിന് കാരണമായ മൈക്രോബ് എന്നുള്ളത്, ഈ വൈറസിനെ പഠിച്ച് ഈ വൈറസിന്റെ വകഭേദങ്ങൾ, അതിന്റെ മ്യൂട്ടേഷൻസിനെ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ വാക്സിൻസ് ഉണ്ടാക്കി, വാക്സിൻസ് പ്രയോഗിക്കുന്നു. അങ്ങനെ ഒരു നാഷണൽ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ പറയുന്നു 3 ദിവസം കൊണ്ട് കോവിഡ് മാറ്റാം. എന്താണ് കോവിഡ്, എങ്ങനെയാണ് ഇത് മാറ്റുന്നത് എന്നൊന്നും ഇവിടെ താങ്കൾ വിവരിക്കാതെ, അതിനെപ്പറ്റി പഠിക്കാതെ, വൈറസ് എന്താണെന്ന് പോലും താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന വൈറസ് എന്താണെന്ന് പറയട്ടെ. വൈറസ് എന്താണ്, കൊറോണ വൈറസും സാധാരണ വൈറസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതെങ്ങനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്, ഇതിനെ എന്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഉപയോഗിച്ചാണ് താങ്കളുടെ മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത്, ഈ അറ്റനുവേറ്റഡ് വാക്സിനും mRNA വാക്സിനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് 3 ദിവസം കൊണ്ട്
ഈ മരുന്ന് കൊടുത്താൽ, താങ്കൾ പറയുന്ന മരുന്ന് കൊടുത്താൽ അത് എങ്ങനെ ബ്ലഡിലേക്ക് എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യും എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇൻജസ്റ്റ് ചെയ്യുന്ന സാധനം ബ്ലഡിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് താങ്കൾക്ക് പറഞ്ഞു തരാൻ പറ്റണം. അല്ലാത്ത പക്ഷം you will be branded as a fraud, as somebody who is disrupting our known and established practice of medicine. The burden of proof is on the claimant, not on the listener. I am done. If you say a convincing reason, we are all with you, but you have to provide You can proper speak for evidence. the next അതായത് 2 minutes. ഡൈജസ്റ്റീവ് ട്രാക്കിൽ ഈ മെഡിസിൻ എങ്ങനെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങി ഈ ലങ്സിൽ അഫക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അഫക്ട് ചെയ്തിരിക്കുന്ന കോവിഡ് വൈറസിനെ എങ്ങനെ താങ്കൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. Yeah, you can take the ആയുർവേദത്തിൽ next 2 minutes, റെസ്പിറേറ്ററി സിസ്റ്റം Matthew. ഇല്ല. Yeah, Kingman, ആയുർവേദത്തിൽ you can take the ബ്ലഡ് next 2 minutes. സർക്കുലേഷൻ എന്ന് പറഞ്ഞ Let him പരിപാടിയേ speak. ഇല്ല. ഇതില് Let him speak, Nisha. ആയുർവേദത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, മൈക്രോബയോളജി ഇല്ല. ആയുർവേദത്തിൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. എന്നിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. I പുള്ളിയുടെ just have ഫാദർ one request. Can you all speak in English, because I think Oh it's yeah, we were waiting North for India you. We versus were South actually India. waiting for you. We were waiting for you, but unfortunately nobody turned up. That's why we had to switch to Malayalam. We No are problem. really sorry about this. We apologize for this. Anyone else Uh, would No, like to I'm apologize? sorry for intervening. Yes, yes. no problem. No problem. Kingman, you can respond to this in the next 2 minutes. You have anything to say, or shall we Yeah, move would on? you like to add something? You have come up with an idea that your father has got a medicine that can cure COVID-19 and its infection within 3 days. Do you have something to add to this? You have no clue about the ingredients. You have no clue about the mode of action. You have no idea about the pathophysiology, or you don't have any idea how COVID is and how exactly is the structure of COVID. I don't know. I really don't know. What are you going to speak? You can have the next 2 minutes. ടോണി സാർ, അദ്ദേഹം ആദ്യമേ ക്ലെയിം ചെയ്തു Can അദ്ദേഹത്തിന് you speak in English? Hold on. Hold on. Okay, somebody wants to have I mean, Tony unless in until English. Mayavi is an advocate for King. യെസ് ഐ ക്യാൻ, ബട്ട് കൈപ്പള്ളി, Yeah. ഞാൻ എവിടുന്നോ ഒരു വഴി തെറ്റി വന്ന ഒരു വഴിയാത്രക്കാരനാണ്. നിങ്ങൾ എന്നെ കൊല്ലാൻ നിൽക്കണ്ട. നിങ്ങൾ ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നുകൊണ്ട് കാര്യമില്ല. ഞാന് കൈപ്പള്ളിനെ നമ്മളെപ്പോഴും Can ചർച്ചയിൽ you convey the കാണുന്നതുകൊണ്ട് message in English? Can you speak ഞാനൊരു in കാര്യം English? ചർച്ച So ചെയ്യാൻ many വേണ്ടി other വന്നതാണ്. people in the നിങ്ങൾ room are എന്തിനാ getting എന്നെ offended. കൊല്ലുന്നത്? Right. Okay, hang ഞാൻ on, Kingman, hang on. വഴിയാത്രക്കാരൻ, Kaipali, വിട്ടു Kingman. വിട്ടു വിട്ടു എന്നെ you need നിർത്തി to തരാൻ, എന്നെ വിട്ടു. No. feel, Kingman, if you can this is disassociate not the person from Kingman. the This room, is it would be very good. Kaipali could be anybody. He could be just a person. Kaipali. If you can Kaipali, disassociate them from the room, that would be very Kaipali, just a minute. Mr. Kingman, this is not a room for testing Kaipali's Swabhava Gunams or his character thing or അന്ന് ഞാൻ the പറഞ്ഞില്ല climate. സുഹൃത്തെ, അതൊന്നും No, ഞാൻ no, no. പറഞ്ഞില്ല. So, no. Don't think. Straight away, they were asking you the proof, the evidence, and എന്റെ how it സുഹൃത്തെ, works. നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസിൽ കൂടെ ഞാൻ ഈ പ്രൂഫൊക്കെ തരാൻ പറ്റുമോ? Yeah, you can post link. പിന്നെ എന്ത് അല്ല, Link പ്രൂഫ് തരാം. നിങ്ങൾ ചോദിക്കുന്ന പ്രൂഫ്, ഞങ്ങളത് ബാംഗ്ലൂരില് ഒരു കമ്പനി ഞങ്ങളോട് ഏറ്റെടുത്തിരുന്നു, ഞങ്ങളുമായിട്ട് എഗ്രിമെന്റ് വെച്ചിരുന്നു. അവർ ഈ ഇതുമായിട്ട് ബാംഗ്ലൂരിലെ ബന്ധപ്പെട്ട് ഏത് കമ്പനിയാണാവോ? company അല്ല. ഇപ്പൊ Company അല്ല. അതെല്ലാം തരാം. നിങ്ങൾ അല്ല ഇത് അതിനു മുമ്പ് എന്നെ നിങ്ങൾ അല്ല അതിനു മുമ്പ് എന്നെ Hang on, എനിക്ക് hang on. ഒരു ഫ്രാഡ് മിനിറ്റ് എന്ന Kingman. നിലയിൽ Hold on. ഇത് Sriram. Hold on. കുത്തിയില്ലേ? Sasha, നിങ്ങൾ we are ഫ്രാഡ്, നിങ്ങളോട് absolutely ഇനിയും sorry പറയേണ്ട that ആവശ്യമുണ്ടോ? we are not നിങ്ങൾ able to ഓൾറെഡി speak in ഫ്രാഡ് Malayalam. ചാപ്പ് എനിക്ക് തന്നില്ലേ? Sorry, English. Yeah. നിങ്ങൾക്ക് ഇനി എനിക്കതെല്ലാം പറഞ്ഞു Now, തരേണ്ട കാര്യമുണ്ടോ? hang on. Refute the Hang on. statement. If you make a claim, okay, if you make a claim, you need to provide the evidence, and you don't have to come up with statements that some company has actually bought your rights. Nobody And cares. we We're don't talking need about to a be public physically health issue. present. We don't need to be physically present for you to provide the proof. You understand that? We don't have to meet in a place Clinical evidence. for you to provide Just us the provide proof, man. clinical. Kingman, if you are incompetent, Just put the you data. better. Right. I think we're wasting time. Let's move on to Sasha. She wants to add something. Sasha, please. This guy is not a piece of crap. You can no, speak. Hi. we started with Mohana Raga and now it is Shubhapadurali and Mughari. So the scene is very sad now. Can I Sasha, say Nisha. something before? Okay. Let's No, go you to can Sasha, continue. Elizabeth. Yeah. You speak, Sasha. All right. So
So recently I ordered few products. So this female, her Instagram profile name is Acharya Sasha, your Panchakarma. voice is not clear. Is it clear now? No, not at all. If you can Yes. take your headphones off, that will be better. Okay, is it clear now? Absolutely. Yes. Yeah. Much All right. better. Okay, so this female, she is on Instagram and she's getting very popular, because all of her followers, they are raving about her products. She's from Kerala. Her profile is Acharya Panchakrama. I have mentioned the name in the chat box as well. So her products like her pain oil, hair oil, skin oil, all those things are getting popular because she's using ancient method and ancient herbs and these plants. I have mentioned some of these herbs like Changezi, Neer, Kinjaru, Rakta Chandana, Manjasta, all these things. And she is growing these plants on her own. She says that because she's not able to find some of these plants, so she's using and she's growing on her own. And I just wanted to understand because she's based out of Kerala. Are these plants actually, making any effect on the human body, and is there any like are you guys still taking help from these ayurvedic doctors in South India? Because in North India it is clearly ayurvedic doctors are not getting so much of preference when it comes to any disease or any problem. So that is my question. But still I have ordered a lot of products from her because I also got straight by these reviews on her Instagram profile. So I have Okay. ordered all these products today itself. But I would really appreciate if Who somebody is I could gonna think be the first check her one to profile answer and her? let me know. right. Sasha, I think you should ask for your money back guarantee. You should enforce the, No, go don't to say that. consumer protection. Before anyone else takes up the mic, I want to thank you for coming over and giving us this link to what's her name, Acharya Acharya Panchakrama. Acharya Panchakarma. Yes, Acharya Yes. Panchakarma and Ayurveda Health and Beauty Traditional Ayurvedic Clinic. Okay, I'm not going to give more details on this, but apparently she is a in what we call as a charlatan. A charlatan is someone who actively promotes this sort of home remedies and non certified products, non approved products, which are more or less benign. They don't really cause any sort of major harm, but we need to look at the products that she's using. I think she's just making concoctions um, of phytochemicals, plants, without going into heavy metals and heavy metals like mercury, arsenic. But still, let us look at the products that she's using. Before I go into this particular specific Nishad, your voice is incident. not clear. Okay. Kaipali, the problem is probably Sasha is not muting. Okay, now she has muted. Okay. So before we go into exactly what is wrong with going to this particular person, we need to be empowered to understand what is wrong with Ayurveda itself. Ayurveda relies on plants, sasya, phytochemicals. So phytochemicals are not constant. They are not something that is static. In a plant, the chemical components that it uses to defend itself are constantly changing, because that is why they're called as alkaloids. Alkaloids are not something that will remain with the plant for its own sustenance. It's not something it uses for its survival. I mean, not for its existence, but it's used something as a defense mechanism. It's very similar to tooth and nail in animals, things that are used to attack and defend itself. So, since plants cannot run away from predators like moths, caterpillars, birds, and rodents, they produce alkaloids. Alkaloids are toxins, probably hydrocyanic acid, menthol. There's a huge array of
alkaloids that plants produce. Oleandrum, curcumin. These are all specific phytochemicals produced by certain genuses of plants. So much is clear for you, Sasha? Sasha? Yeah. So these are alkaloids produced by plants as defense mechanism. Now we need to bring in a very beautiful concept into biology called evolution. Evolution is happening constantly. Okay, it's not something that happened a million years ago. It's happening every day. It's happening constantly in different plants and animals, and it doesn't stop. And that is because mutation happens without anybody's permission. You don't need anyone to induce a mutation. And then there's natural selection. These mutations manifest in two very important aspects of life, which is A, it the surviving offspring will either inherit once it inherits that mutation, it will be advantageous to its survival, and B, it will be disadvantageous and it will perish. There won't be an assisting doctor to deliver the baby. It will just perish. It will not proceed. So the surviving offspring will continue with that inheritance and pass it on to the next generation. So this is basically what evolution is. Now, plants and insects have a much shorter lifespan than plants do. So when they mutate, you will have insects that are able to actually feed on the leaves and destroy the plant. So plants also will have to adapt to this. It's not an adaptation that happens voluntarily. It is an adaptation that is inherent in the process of evolution. So when you have plants that constantly change from 5,000 years, the plants that you have today are not the plants. Who the fuck is interrupting me? He just got up with his mic on. That's all. So when plants, the same plant, for example, let's take basil leaves, for example. Basil is not one species; it's a genus. So you have around 18 or 20 different tulasis. Okay, there are 20 different species of tulasis, and these 20 species of tulasis probably did not exist 5,000 years ago. These are the variants and subspecies that are available today because of hybridization, human intervention, and selective breeding and a monoculture. We practice something called monoculture, which is we take one plant, isolate it from its natural environment, and cultivate it in a selected area without the influence of evolution, without making evolution a component in this. And when you do that, you have plants that are not natural. They're unnatural plants. All the things that you eat today are unnatural. We have modified it. We have modified it because of our choice. Choice is one important aspect, and then selective breeding. We have selected them for breeding. So these plants that she claims to actually contribute to health is not the same plant. That much is clear. A phytochemical, a plant will have thousands of phytochemicals, and nobody knows what happens if you concentrate those plants and magnify them and concentrate them to levels that are toxic. Some of these phytochemicals could be toxic, like benzofurans and hydrocyanic acids. They could be toxic when you concentrate them. When you concentrate a plant's extract, you're concentrating everything. You're not selectively concentrating a specific molecule. You're concentrating everything. You're amplifying it, everything. It's like you have a graphic equalizer in an amplifier. You just level everything up. The low hertz and the high, the low kilohertz and the high kilohertz. You just improve everything, increase everything. What happens?
You're just increasing the volume. But if you isolate a specific molecule, then you know exactly what you are working with. None of the Ayurvedic preparations isolates molecules. Molecule isolation is the job of modern science. And that is the problem here. I hope I